മതവും ജാതിയും ഒക്കെ കൊള്ളാം, അവനവന്റെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഇന്ത്യയിൽ എല്ലാവർക്കും അവകാശവും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ വിശ്വസിക്കാതെ ജീവിക്കാനുള്ള അധികാരവും എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇതൊന്നും അതിര് കടക്കരുതെന്ന് മാത്രം. അതിര് കടക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും തൊഴിലിടങ്ങളിലെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി വാഴ്ത്തപ്പെട്ട ഒരു കാര്യമായിരുന്നു നടൻ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചത്. അസുഖബാധിതനായി വിശ്രമത്തിലായ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് മോഹൻലാൽ വഴിപാടായി നടത്തിയത്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. മുൻ മന്ത്രിയും MLA-യുമായ KT ജലീൽ ആ സംഭവത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വൈറലായിരുന്നു. ഇതാണ് കേരളം, ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം. മോഹൻലാലിന് ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ. മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ. മലയാളത്തിന്റെ എക്കാലത്തെയും രണ്ട് സ്തംഭങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇരുവരുടെയും അഭിനയ സിദ്ധികൾ വ്യത്യസ്തമാണ്. മോഹൻലാൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി മോഹൻലാലിനോ ഭീഷണിയുമല്ല, ആവുകയുമില്ല. രണ്ടുപേരും അഭിനയകല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ്. അതിന്റെ ഗുണം കിട്ടിയത് നടനകലാ ലോകത്തിനാണെന്നും മോഹൻലാലിനും മമ്മൂട്ടിക്കും 1000 നന്മകളും പ്രാർത്ഥനകളും എന്നാണ് KT ജലീൽ എഴുതിയത്. എന്നാൽ മാധ്യമം ദിനപത്രത്തിന്റെ മുൻ അസോസിയേറ്റ് എഡിറ്ററും എഴുത്തുകാരനും പ്രഭാഷകനുമായ അബ്ദുള്ള വഴിപാടിനെ നിശിതമായി വിമർശിച്ചാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് ഈ വഴിപാട് നടന്നതെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും അബ്ദുള്ള പറയുന്നു. അതേസമയം മോഹൻലാൽ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണെങ്കിൽ അതിന് പ്രശ്നമില്ല. കാരണം അത് മോഹൻലാൽ എന്ന നടന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മറിച്ചാണെങ്കിൽ അതൊരു മഹാ അപരാധമാണെന്നും അബ്ദുള്ള പറയുന്നു. മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരു ദൈവത്തിൽ ആരാധിക്കുന്നത് പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണ്. ലാത്ത മനാത്തയാവട്ടെ, ഉസ്സയാവട്ടെ, ശബരിമല ശാസ്ത്രാവാവട്ടെ, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാനോ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല. അതുകൊണ്ട് മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം. അല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അബ്ദുള്ള ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷേ ഈ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതോടുകൂടി അബ്ദുള്ള എയറിലായിരിക്കുകയാണ്. ഇത്രയും വർഗീയ വിഷം എങ്ങനെ ചീറ്റാൻ കഴിയുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. കേരളത്തിന്റെ മതേതര ബോധത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നും കമന്റുകൾ വരുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് അബ്ദുള്ള. എന്നാൽ ഇസ്ലാമിക വിധി അനുസരിച്ച് അബ്ദുള്ള പറഞ്ഞതാണ് ശരിയെന്നും ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക് എന്നും മതം പഠിപ്പിച്ചത് പച്ചയായി പറയുകയാണ് അബ്ദുള്ള ചെയ്തത് എന്നും ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട് എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ശബരിമലയിലെ വഴിപാട് വിഷയത്തിൽ നേരത്തെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു. മമ്മൂട്ടി തന്റെ സഹോദരനും വളരെ അടുത്ത സുഹൃത്തുമാണെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. താൻ കഴിപ്പിച്ച വഴിപാടിന്റെ രസീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണെന്നും മോഹൻലാൽ പറയുകയുണ്ടായി.